വേൾഡ് കപ്പ് 2026 ഫൈനൽ നടക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഫൈനൽ കളിച്ചിടുന്നൊരു തിരക്കിലാണ്. അപ്പം നമ്മളും വിചാരിച്ച് ഒരു ഫൈനൽ കളിച്ചിടാം. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളൊരു കൂട്ടുകാരനെ വിളിച്ച് നമുക്കൊന്ന് ഒരു ഫൈനൽ കളിച്ചാലെന്നൊക്കെ ചോദിച്ചിങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുത്ത് നമ്മൾ ഏകദേശം ജെമിനിയിലൊക്കെ ചോദിച്ച് അതിൻ്റെ ഫൈനൽ എങ്ങനെയാണ് സ്പെയിനും അർജൻറ്റീനയും സ്ക്വാഡ് ഇറക്കാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ ജെമിനിയിൽ നിന്നൊക്കെ എടുത്ത ഇത് വെച്ച് സ്ക്വാഡൊക്കെ ഇട്ടേക്കുകയാണ്. അതിൻ്റെ ഫോർമേഷനും എല്ലാം ഏകദേശം ഒറിജിനൽ കളി വരുമ്പോൾ എങ്ങനെ ഉണ്ടാകണം എന്നുള്ളൊരു റീക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പോൾ ഇനി കളി വരുമ്പോഴേ ഒറിജിനൽ കളി എന്താവും എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. നമ്മൾ രണ്ടുപേരും അർജൻറ്റീന ഫാൻസാണ്. പിന്നെ അവന് അർജൻറ്റീന സ്ക്വാഡുണ്ട്, സ്പെയിൻ്റെ സ്ക്വാഡ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഏകദേശം എല്ലാ ടീമിൻ്റെയും സ്ക്വാഡുണ്ട്. അങ്ങനെ ഞാൻ സ്പെയിൻ ഞാൻ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പെഡ്രോ പോറയെ മാത്രം ഒന്ന് ജസ്റ്റ് മാറ്റേണ്ടി വന്നു. സംഭവം ഞാൻ ഇന്നലെ കളിച്ച സമയത്ത് ലൈവായിട്ട് വോയിസൊക്കെ ചെയ്തിട്ടതാണ്, പിന്നെ വോയിസ് ഇടാൻ വയ്യാത്തതുകൊണ്ട്. പക്ഷേ ആ വോയിസ് റെക്കോർഡായില്ല. കളി കഴിഞ്ഞ് നോക്കിയപ്പം വോയിസ് ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വോയിസ് ഇടേണ്ട അവസ്ഥയാണ്. ഏകദേശം നമ്മളതിൽ ടീംസൊക്കെ ഉണ്ട്. സബാലും നിക്കോ വില്യംസിനെയാണ് ഫൈനലിൽ ഇറക്കുമെന്ന് പറഞ്ഞ് ജെമിനി കൊടുത്തേക്കുന്നത്. ഉള്ളതാണോ അല്ലേ? പിന്നെ അവന് ഏകദേശം നമ്മളെ ഗർനാച്ചോയെ മാത്രം ഈ സൈഡിൽ ഇറക്കേണ്ടി വന്നു. അവിടെ ഗോൺസാലസിനെയാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഗർനാച്ചിനെ ഇറക്കേണ്ടി വന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഡീപോളിനെ റൈറ്റ് വിങ്ങും അതുപോലെ എൻസോ ഫെർണാണ്ടസിനെ ആയിരുന്നു സീമഫ് ഇറക്കേണ്ടത്. അപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ വെച്ച് എടുത്തെന്ന് പറഞ്ഞ് പിന്നെ ഡിമരിയനെയും ഡിബാലേനെയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ടീമിൽ. പിന്നെ ഞാൻ പറഞ്ഞു മർഡോണ എടുത്തിട്ടിട്ടുണ്ട്. അത് ടീം തികഞ്ഞില്ലെങ്കിൽ പഴയ ലെജൻഡിനെയൊക്കെ എടുത്തിട്ടു, പക്ഷെ കളിപ്പിക്കുക ഇറക്കായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. അർജൻറ്റീന അവരുടെ ഒറിജിനൽ പരിപാടി കാണിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കളി സ്റ്റാർട്ടാവുകയാണ്. ഫസ്റ്റ് ടച്ച് നമുക്ക് തന്നെ. വെർസബാൽ, റോഡ്രി, പെഡ്രോ പോറോ, പെഡ്രി, റോഡ്രി, ഡാനി ഓൾമോ, വീണ്ടും പെഡ്രോഡിലോട്ട്. പരമാവധി ബോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് കളിക്കണം. പെഡ്രി, ലാമിൻ യമാൽ. ക്രോസ് യമാലിനെ കണക്റ്റ് ആയില്ല. യമാൽ ഒന്നുകൂടെ ആഞ്ഞ് പിടിച്ചെങ്കിൽ കിട്ടിയേനെ, പക്ഷേ യമാലവിടെ റൺ എടുത്തില്ല. നമ്മൾ പാസ്സാകുമ്പോൾ കൊടുത്തില്ല, അതാണ് വിഷയമായത്. നോക്കണം, പരമാവധി അർജൻറ്റീനയിൽ ബോൾ കൊടുക്കാതെ പരമാവധി പിടിക്കണം. റോഡ്രി സെറ്റായിട്ട് എടുക്കുന്നുണ്ട്. ഡാനി ഓൾമോ, നിക്കോ വില്യംസ് ഫ്രീ നിക്കോ വില്യംസ്. വെർസബാൽ മിസ്സായി. ഫൗളാണല്ലോ. പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളാണ് കമ്മിറ്റി ടീം. അങ്ങനെ നോക്കാം. സ്ട്രൈറ്റാണ് സാധാരണ എപ്പോഴും അടിക്കാറ്, അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് അടിച്ചു നോക്കാം. ഷെടാ പിടിച്ചല്ല. റോഡ്രി, നിക്കോ വില്യംസ്, ലാമിൻ യമാൽ. ഒന്ന് ബാലൻസ് ചെയ്തിട്ട് കർവ് ചെയ്താൽ മതിയായിരുന്നു. അവസരങ്ങൾ ആദ്യം നഷ്ടപ്പെടുത്തിയാൽ ലാസ്റ്റ് നമ്മൾ പെടും. ഇപ്പം തന്നെ 2 ഗോളിൻ്റെ അവസരം ഉണ്ടായിരുന്നു. റോഡ്രി, ഡാനി ഓൾമോ എടുത്തു. നിക്കോ വില്യംസിൻ്റെ മിസ്സായി. മൊളീനെ എടുത്തു. അൽവാരസ്, ലോ സെൽസോ, വീണ്ടും റോഡ്രി എടുത്തു. വെർസബാൽ, നിക്കോ വില്യംസ്. വെർസബാൽ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും കാണൂലടെ. ഓടി ബാക്ക് വെക്കളെ. വീണ്ടും പെഡ്രി എടുത്തു. പെഡ്രോ പോറോ, വീണ്ടും പെഡ്രി, റോഡ്രി, ഡാനി ഓൾമോ, വെർസബാൽ, നിക്കോ വില്യംസ്. വെർസബാൽ ഉണ്ടാവും, ഓടി കയറുന്നില്ല. ബാക്ക് ഇറങ്ങി ബോൾ വാങ്ങിച്ച് കളിക്കുന്ന ആ പഴയ കളിയാണ്. നമുക്കൊരു ഗോൾ പോസ്റ്റാണ് ആവശ്യം. വേൾഡ് കപ്പിൽ ചേക്കാൻ ഗോൾ പോസ്റ്റ് നമ്മൾ തന്നെ കളിക്കുന്നത്, പക്ഷേ ഗെയിമിൽ നമുക്ക് ഡീപ്പ് ലൈൻ ഫോർവേഡ്. വേൾഡ് കപ്പിന് മുമ്പേ വന്ന കാർഡല്ലേ. നിക്കോ വില്യംസ് ഇതാ ഓൾമയ്ക്ക് കൊടുത്ത പാസ്സാണ്ടോ നോക്കാം. അവിടെ മിസ്സായത് കണ്ട. അത് ഓൾമയ്ക്ക് അവിടെ കിട്ടിയെങ്കിൽ സുഖമായിട്ടൊരു ഗോൾ അടിക്കാം. ലോ സ്ക്രീൻ ഇടാണ്ടല്ലേ ഓൾമോ, അത് മിസ്സായി. വീണ്ടും ഓൾമ എടുത്തില്ല, ഇടാതെ പോയാ. അൽവാരസ്, മെസ്സി, അൽവാരസ്,
ഗർനാച്ചോ വീണ്ടും അൽവാരസ്. ഡീപോള് മറ്റേ വേൾഡ് കപ്പ് മെസ്സി കൊടുത്ത പാസ് മിസ്സായി. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. കോർണറാണ്. അക്കുവിനെ പറയുമ്പോൾ ഇപ്രാവശ്യം എടുത്തില്ല സ്ക്വാഡിൽ. കഴിഞ്ഞ കളി നല്ല ഇടിച്ച് കളിച്ചവനോ ഫൈനലിൽ, പക്ഷെ ഇപ്രാവശ്യം എടുത്തില്ല. അവിടെ നിന്ന് ക്ലിയർ ചെയ്തു. കുക്കറെ ക്ലിയർ ചെയ്തു. യമാല്, റോഡ്രി, വീണ്ടും യമാല്, ഒരു കൗണ്ടറുണ്ട്. ഒലീസെ വീണ്ടും ഒയർസബാൽ, വീണ്ടും യമാല്. മിസ്. അത് ഇതാണ് അവസാനം നമ്മൾ ഫൈനൽ തേർഡിലെത്തുമ്പോൾ ബോൾ കണക്ട് ചെയ്യൂടെ. എന്താണ് വിഷയം എന്നറിയാൻ വയ്യല്ലേ. പെഡ്രി എടുത്തു. പിന്നെ ആര്, ലാപ്പോർട്ടെ, കുബാർസി എന്നു, ലൊസെൽസൊക്കെ നേരത്തെ ഇറക്കി. മെസ്സി, അൽവാരസ്. ഭാഗ്യം അവിടെ നിന്ന് എടുത്തു കുബാർസി. നിക്കോ വില്യംസ് വീണ്ടും ഇന്റർസെപ്ഷൻ ആയല്ലോ. ഡീപ്പോൾ കൊണ്ടുപോയി. മെസ്സി. ഗർനാച്ചോ ആ സൈഡിലേക്ക് കളിക്കുന്ന സിമിയോണി. ഗർനാച്ചോ എല്ലാ സൈഡിലും ഉണ്ടല്ലേ. ലെഫ്റ്റ് വിങ്ങിലിട്ടാണ്, അവർ റൈറ്റിലും പോയി കളിക്കണം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒന്നും നോക്കാമല്ല, സെക്കൻഡ് ഹാഫ് ഇറങ്ങാൻ തന്നെ ഈ സ്കോഡ് തന്നെ. ആരും അങ്ങനെ അധികം പണിയെടുത്തില്ല. അതിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഞാൻ പിന്നെ സമയമൊന്നും കൂട്ടിയിട്ടില്ല. സാധാ മാച്ചിൻ്റെ സമയം തന്നെ ഇട്ടു, ഒരുപാട് ടൈം പോകാതിരിക്കാൻ വേണ്ടി. റോഡ്രി, ഒയർസബാൽ, യമാൽ, ഒയർസബാൽ വീണ്ടും, പക്ഷെ അതും കണക്റ്റ് ആയില്ല. നല്ലൊരു ഗോൾ പോസ്റ്റിൻ്റെ ആവശ്യമുണ്ടല്ലേ. ഫെറാൻ ടോറസൊക്കെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് ഇറക്കാം നമുക്ക്. കുക്കറയ തല കൊണ്ടല്ല കാലുകൊണ്ട് കളയടാ നമുക്കേ. അടുത്തവൻ വന്നു. ലാപ്പോർട്ടെ എടുത്ത്. ലാപ്പോർട്ടെ അത് സാധാ ഒരു കാർഡാണ് എനിക്ക് കിട്ടിയത്. ശവം കളി. വീണ്ടും മിസ്സായി ഗൈസ്. ഇപ്പൊ പോയനെ. മെസ്സി ഫ്രീ ആയ ഇവിടെ. ലോസെൽസോ, റോഡ്രി അറിഞ്ഞ് കളിക്കാനാട്ടോ. ഫൈനലിൽ നല്ല ഇതാണെങ്കിൽ തീർന്നു. യമാൽ പിന്നെ അല്ല, യമാലിൻ്റെ ഒരു ബ്ലിറ്റ്സ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു ഗൈസ്. അവിടെ നിന്ന് തെറ്റി വന്ന് ഒരു ബൂസ്റ്റ് അടിച്ചു. ഇപ്പോൾ ബ്ലിറ്റ്സ് അങ്ങനെ കയറുന്നില്ല. ബ്ലിറ്റ്സിൻ്റെ പവറുകളൊക്കെ കുറച്ച്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാതിരിക്കുന്ന ഫ്രാൻസിൻ്റെ കളിയും കഴിഞ്ഞിട്ട് എന്തോ കളിയായിരുന്നു. 10 ഗോളാങ്ങാണ്ട് അടി ടീം മൊത്തം കൂടെ. ഇംഗ്ലണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോൾ അടിച്ച്. ഇതേപോലെ അർജൻറ്റീനയോട് കളിച്ചെങ്കിൽ ഫൈനലിൽ ഇപ്പോൾ ഇംഗ്ലണ്ട് വന്നേനെ. അതൊന്ന് തിരിഞ്ഞിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് വലിച്ചു, പക്ഷേ അങ്ങനെ വെച്ച് തന്നെ അടിച്ചോളാം. ചില ഇപ്പോൾ മൊത്തം ഇങ്ങനെ. മുമ്പാണെങ്കിൽ നമ്മളങ്ങോട്ട് വലിച്ച പെട്ടെന്ന് തന്നെ അടുത്ത കാലിലെടുത്ത് അടിക്കുമായിരുന്നു. ഇപ്പോൾ അധികവും കിട്ടുന്ന കാലിൽ ഷൂട്ട് ചെയ്യും. കുബാർസി, ഡാനി ഒൽമോ, അൽവാരസ്, ഡീപോള്, അൽവാരസ്. മിസ്സായി. ഇത് ഇടയിലൂടെ ഓടിക്കയറാൻ അൽവാരസിനെ കഴിഞ്ഞിട്ടുള്ള ആൾ. അതാ അത്ലറ്റിക് മഡ്രിഡിൽ കളിക്കുമ്പോഴും അന്ന് ബാഴ്സയായിട്ട് കളിച്ചപ്പോൾ അവസ്ഥ. കോർണറാണ്. ഷോർട്ട് കോർണർ എടുക്കാമെങ്കിൽ തോന്നി. ആണ് ഞാൻ ഫ്രണ്ടിലോട്ട് വലിച്ചത്, പക്ഷെ മിസ്സായി. റോഡ്രി, യമാൽ വീണ്ടും ഒരു കൗണ്ടർ വെക്കൂ. ഓട് വെട്ടിക്കോ. പക്ഷെ അവിടെ നിന്ന് മിസ്സായി. ഒരു ഡബിൾ ടച്ച് ഇടാൻ നോക്കിയത്, വേറെ ഏതോ സ്കില്ലിടാൻ വന്നവൻ, കിട്ടില്ല. ഓൽമോ, യമാൽ വീണ്ടും ഒരു റോൾ ഓവർ പിടിച്ച്. എസൽസോ, അൽവാരസ്, ഗ്രിമാൻഡോയാ, ഗർനാച്ചോ എന്നല്ലേ. മെസ്സി. സീന്. മെസ്സിയെ വിട്ടാൽ തീർന്നു. ഈ മെസ്സിയാണ്, പഴയ വേൾഡ് കപ്പിൻ്റെ മെസ്സിയാണ്. പാക്കുകളിൽ വന്നിട്ടുള്ളൊരു സീൻ കാർഡാണിത്. നിക്കോ വില്യംസ് അവിടെ നിന്ന് ഒരു വെട്ടിയത് പണിയായി. നേരെ പോയെങ്കിൽ അവിടെ കിടന്നു തന്നെ റൊമേറോ. വീണ്ടും നല്ല ഇഷ്ടംപോലെ അവസരമുണ്ട്. നമുക്ക് ഈ ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോയി അവസാനം മിക്കവാറും അർജൻറ്റീന പണി വാങ്ങിക്കുമെന്ന് തോന്നുന്നു. കിട്ടിയില്ലേ ബോൾ. പെഡ്രോപോറോ റിയൽ ലൈഫിലുള്ള അത്രയും ഹെവി അല്ലല്ലോ ഇതിനകത്ത്. അടിച്ചറാ. മെസ്സി ഫ്രീ ആക്കി. 1 ടച്ചിൽ മെസ്സി പൊട്ടിച്ചു. മെസ്സി ഒന്ന് ഫ്രീ ആയ ഉടനെ പണിയും കിട്ടിയടേ. 2014 വേൾഡ് കപ്പിൽ മെസ്സിയാണെന്ന് തോന്നുന്നത്. കഴിഞ്ഞ 2022 വഴിയില്ല.
എൻ്റെ ഗോൾഡൻ ബോളൊക്കെ വാങ്ങിച്ച് പോയ മെസ്സിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മെസ്സി ഒരെണ്ണം അടിച്ചു. 1-1. ഇനി തിരിച്ചടിക്കണം. ഇവർ വീണ്ടും 85 മിനിറ്റ് പണി തുടങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ കളി കണക്ക് തന്നെ തോന്നുന്നു കേട്ടോ. ഇത് ഫെറാൻ ടോറസ് ഇറങ്ങി. ഞാനിത് ഇറക്കിയതല്ല, ഓട്ടോമാറ്റിക് സബ് ഇറങ്ങിയതാണ് കേട്ടോ. ഇവർ അത് ഓഫാക്കിയിട്ടില്ല. കോക്കയൊക്കെ ഇറങ്ങിയിരിക്കുന്നു. കോക്കെ പിന്നെ ഡിഫൻഡറും മാറിയില്ല. യമാലും ഒക്കെ പോയല്ലോടെ. യമാലിന് പേര് ആര്? എർമീപ്പിനെ ഇറങ്ങിയാന്ന് തോന്നുന്നു. കോക്കെ മിസ്സായി. റോഡ്രി ഗസൽസ് എടുത്ത്. ജൂലിയൻ അൽവാരസ്, ഗെർനാച്ചോ. ഇത് എന്ത് പാസ്സാടാ? ഗാർഷ്യ വന്നു. നമ്മളിൽ സിമോൺസ് ഇല്ലാത്തതുകൊണ്ട് ഗാർഷ്യാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഗോളിയായിട്ട്. അങ്ങനെ ഫുൾ ടൈം കഴിഞ്ഞു. ഇതിപ്പോൾ സമനിലയായി. പെനാൽറ്റിയിലോട്ട് പോകുമെന്തോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണം. നമുക്ക് ഫിനിഷ് അറിയാത്തോണ്ട്. എർമിപ്പിനെ ഇറങ്ങിയാണ്ട് ഇവിടെ അൻസു ഫാറ്റി ഞാൻ വെറുതെ എടുത്തിട്ടിരുന്ന. അവനൊക്കെ ഓട്ടോമാറ്റിക് ഇറങ്ങിപ്പോയി. ടീം തേക്കാൻ വേണ്ടി എടുത്തിട്ടിരുന്നത്. കൊക്കെ നമുക്ക് എന്തായാലും മാറ്റാം. കൊക്കെ വേണ്ട, അതിന് പകരം ഫെർമിനെ തന്നെ ഇറക്കാം. ഫെർമിൻ ലോപ്പസിന് ലോ സ്ക്രീം ഇടാം. വേറെ ഇപ്പോൾ ഇറക്കാൻ ഇല്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. ഫെറാൻ ടോറസ്, റോഡ്രി അത് മിസ്സായി. ഗെർനാച്ചോ എടുത്ത്. ഗെർനാച്ച് നല്ല ഇന്റർസെപ്ഷൻ ആണല്ലോ, എല്ലായിടത്തും ഉണ്ടോ ചെറുക്കൻ. എൻസോ ഫെർണാണ്ടസ് ലാപ്പോർട്ട എടുത്തത്. ഫെർമി പിനോ. ഇപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടാത്ത പോലെ തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കൊണ്ടുവന്ന് പാസ് കൊടുത്താൽ വെറുതെ ധൃതി കാണിക്കുക. ജമാല് പോയതോടുകൂടി കൗണ്ടറിലുള്ള അടി നമുക്ക് പോയി. കുബാർസി അവരെന്തായാലും ഫൈനലിൽ ജമാലിന് അവർ ഇറക്കുമെന്ന് തോന്നല്ല. ഫെറാൻ ടോറസ് എടുത്ത്. അൻസു ഫാറ്റി ഓടും. അൻസു ഫാറ്റി നല്ല റണ്ണൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇവിടെ സ്കില്ലിടുമ്പോൾ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നു. കുക്കറയ ഒരു ക്രോസ് കൊടുറാ, പക്ഷേ മിസ്സായി. മൊളീനെ എടുത്ത്. മൊളീനയൊക്കെ നല്ല പൊക്കമുള്ളമാണ്, നേരത്തെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. കുബാർസി, റോഡ്രി, ലാപ്പോർട്ടെ. അത് മിസ്സായില്ല, കിട്ടി. അടുത്ത വീണ്ടും കൊടുത്തു. മെസ്സി, അൽവാരസ്. ഗോളി അതും കഴിഞ്ഞു. ലാസ്റ്റ് ടൈം ഗോൾ അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. പെനാൽറ്റിയിലോട്ട് പോയാലും വിഷയമില്ല. പൊസിഷനൊക്കെ ഒരേപോലെ ആയി വീണ്ടും. ലയണൽ മെസ്സി, റോഡ്രിഗോ ഡീപ്പോ, ലയണൽ മെസ്സി. മെസ്സി സ്പിൻ ചെയ്ത്. അടേ ഫിഫയുടെ പണി തുടങ്ങി ഗായ്സ്. ഫെറാൻ ടോറസ്, അൻസു ഫാറ്റി, ആരെങ്കിലും പിടിക്കും. ലാപ്പോട്ട് മെസ്സി അത് കൺട്രോൾ ചെയ്ത് അടിച്ചില്ല, അവൻ ധൃതിക്ക് അടിച്ച്. അത് കാര്യമായി. മെസ്സി ഫ്രീ ആയിട്ട് എന്ന് പറയാം. എങ്ങനെയാണ് ഈ ബോളൊക്കെ Not so much sophistication as doggedness and sheer bloody-mindedness. Well, I admire players who do that because they just don't give up on anything. Number 10, Giuliano Simeone. Argentina leading now. I just think this has been a lesson in character, togetherness and composure. I think most teams would have crumbled by now, but this refusal to give up is brilliant. Nice sequence of passes this. Deftly away. And here's Ferran Torres. Romero gets over and intercepts. Garnacho. Now it's Fernandez. He's shifting through the gears here. This usually is the time teams go into conservation mode. There will be 1 minute added time. Molina promptly onto that, and that is it. The referee has seen enough. Well, what a game. Unpredictable to the very end, momentum shifting this way and that.
The kind of match as neutrals we all love to come and see. Would the owner